102-ാമത്തെ സർഗം മുതൽ വായിച്ചു തുടങ്ങാം. അതിൻ്റെ പേര് മരണാദ്യഭാവ ഉപദേശം എന്നാണ്. മരണം തുടങ്ങിയവ ഒന്നുമില്ല ഇവിടെ. മരണം തുടങ്ങിയവ എന്ന് പറഞ്ഞാൽ ജനനം, ജീവിതം, മരണം. ഇതാണല്ലോ ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയ്ക്കുള്ള കാലഘട്ടമാണ് ജീവിതം. ആ ജീവിതത്തിലാണ് വൈവിധ്യമേറിയ അനുഭവങ്ങൾ. അപ്പോൾ ഇതൊന്നും വാസ്തവത്തിലില്ല. ഇതൊക്കെ വെറും സ്വപ്നതുല്യം എന്നുള്ള കാര്യമാണ് പറയുന്നത് എന്ന് വിചാരിക്കരുത്. ഒരു ജ്ഞാനിയുടെ ഇഹലോക ജീവിതത്തെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ പ്രധാനമായും പ്രസ്താവിക്കുന്നത്. രാമൻ്റെ ഒരു ചോദ്യത്തോടു കൂടി സർഗം ആരംഭിക്കുന്നു. ശ്രീരാമ ഉവാച പരിജ്ഞാതേ പരേ വസ്തുന്യനാദിനിധനാത്മനി സമ്പദ്യതേ വദബ്രഹ്മൻ കീദൃശഃ പുരുഷോത്തമഃ. ഈ പരമസത്യത്തെ അറിയണം, ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കണം, തൻ്റെ സ്വരൂപത്തിൽ സ്ഥിതനാകണം എന്നങ്ങ് ആവർത്തിച്ച് പറഞ്ഞു. ഈ പരമാത്മ തത്വത്തെ വ്യക്തമായി അനുഭവത്തിലൂടെ സാക്ഷാത്കരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ആന്തരവും ബാഹ്യവുമായിട്ടുള്ള വ്യവഹാരം എങ്ങനെയിരിക്കും, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം ഈ പ്രപഞ്ചത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അദ്ദേഹത്തിൻ്റെ ബാഹ്യമായ ചലനങ്ങൾ, മറ്റുള്ളവരുമായിട്ടുള്ള വ്യവഹാരം അതെങ്ങനെയിരിക്കും, ഇത് രണ്ടും അറിഞ്ഞാൽ കൊള്ളാമെന്നാണ് പറയുന്നത്. അനാദിനിധനാത്മനി വസ്തുനി, ആദിയോ അന്തമോ ഇല്ലാത്ത അനന്തമായ ബോധസത്യത്തെ സാക്ഷാത്കരിക്കുന്ന ഒരു പുരുഷോത്തമൻ. പുരുഷോത്തമൻ എന്ന് പറഞ്ഞാൽ പുരുഷോത്തമൻ എന്ന് പേരുള്ള വ്യക്തിയല്ല, പുരുഷന്മാരിൽ ഉത്തമൻ, നരശ്രേഷ്ഠൻ. മനുഷ്യരിൽ ഈ ജ്ഞാനികളാണ് ഏറ്റവും ശ്രേഷ്ഠരായവർ. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി, അയാളുടെ ലക്ഷണം എന്താണ്? ലക്ഷണം എന്ന് പറഞ്ഞാൽ മുഖത്തൊരു കള്ള ലക്ഷണമുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ അറിവും മുഖത്തിൽ പ്രകടമാകും. അറിവില്ലായ്മയും അറിവും, നന്മയും തിന്മയും, സന്തോഷവും സങ്കടവും മുഖത്തിൽ പ്രതിഫലിക്കും. മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതായത് ഒരാളെ കണ്ടാൽ അറിയാം. നമ്മൾ സിറ്റി ബസ്സും KSRTCയുടെ മറ്റ് ബസ്സും ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഫ്രണ്ടിലൊരു ബോർഡ് ഉണ്ടാവും. അത് കണ്ടാൽ അറിയാൻ പറ്റും ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അതുപോലെ മുഖം കണ്ടാൽ അറിയാം കള്ളനാണെന്നോ അല്ലെങ്കിൽ സത്യസന്ധനാണെന്നോ. മുഖം വിളിച്ചു പറയും. എന്തൊക്കെ നിങ്ങൾ മൂടി മറച്ചാലും നമ്മുടെ മനസ്സ് മുഖത്തിൽ പ്രതിഫലിച്ചേ പറ്റൂ. ഈ പോലീസുകാർ കള്ളന്മാരെയും അതുപോലെ ഈ 2 വീലറിൻ്റെ പേപ്പർ, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, ലൈസൻസ്, ഇൻഷുറൻസ് ഇതൊന്നും ഇല്ലാതെ എത്ര വണ്ടികൾ റോട്ടിൽ കൂടെ പോകുന്നു. അതിൽ ചില വണ്ടികളെ മാത്രം അവരുടെ വണ്ടി മാറ്റിയിട് എന്നെങ്ങനെയാണ് പറയുന്നത്? മുഖത്തെ കള്ളലക്ഷണം തന്നെ അല്ല. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ കള്ളന്മാരായതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാകാത്തത്. അങ്ങനെ ഒരെണ്ണമുണ്ട്. പിന്നെ ഈ പോലീസുകാർക്ക് ആ ഉദ്യോഗത്തിൽ അവർ പ്രവേശിച്ചാൽ, ആ കാക്കി യൂണിഫോം ഇട്ടാൽ ചില പ്രത്യേക കഴിവുകൾ അവർക്ക് വന്നു ചേരും. അവർ കൃത്യമായിട്ട് പൊക്കും. നമ്മുടെ കേരള പോലീസ് എന്ന് പറയുന്നത് അത്ര മോശപ്പെട്ട ഒരു സേനയൊന്നുമല്ല. ഭാരതത്തിലെ തന്നെ വളരെ വിശേഷപ്പെട്ട ഒരു സേനാ വിഭാഗമാണ് കേരള പോലീസ് എന്ന് പറയുന്നത്. പക്ഷെ അവരുടെ കൈ കെട്ടിയിട്ട് കഴിഞ്ഞാൽ, രാഷ്ട്രീയക്കാർ അവരുടെ കൈ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ സ്വതന്ത്രമായ അന്വേഷണം നിങ്ങൾക്ക് ചെയ്യാം എന്നൊരു ബ്ലാങ്ക് ചെക്ക് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഏത് കുറ്റവാളിയെയും മണിക്കൂറുകൾ കൊണ്ട് അവർ പൊക്കിയിരിക്കും, ഉറപ്പാണ്. പക്ഷേ ഈ രാഷ്ട്രീയ ഇടപെടലാണ് പലപ്പോഴും കുറ്റവാളികളെ പിടികൂടുന്നതിൽ നിന്ന് അവരെ വിലക്കുന്നത്, അവർക്ക് തടസ്സം സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ ഈ നരശ്രേഷ്ഠൻ്റെ ലക്ഷണം, അതായത് ഒരു ജ്ഞാനി എങ്ങനെ അറിയാം? കീദൃശഃ എന്നുള്ള വാക്കിന് ഏത് തരക്കാരനാണ്
ഈ ജ്ഞാനി. ഏത് തരക്കാരനാണെന്ന് പറഞ്ഞാൽ എന്തെന്ത് ലക്ഷണങ്ങളോട് കൂടിയവനായിരിക്കും ഈ ജ്ഞാനി? ഇതാണ് രാമൻ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യം. വസിഷ്ഠ മഹർഷി മറുപടി പറയാൻ ആരംഭിക്കുകയാണ്. ശ്രീ വസിഷ്ഠ ഉവാച ശൃണു സമ്പദ്യതേ കീദൃജ്ഞാതജ്ഞേയോ നരോത്തമഃ യാവജ്ജീവം കഥം ചൈഷ കിമാചാരോപതിഷ്ഠതേ. രാമ, നിന്റെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം, കേട്ടോളൂ. കീദൃക് ജ്ഞാതജ്ഞേയ നരോത്തമഃ. മനുഷ്യരിൽ ശ്രേഷ്ഠനാര്? അയാളുടെ ലക്ഷണം എന്താണ് എന്നാണ് രാമന്റെ ചോദ്യം. മനുഷ്യരിൽ ശ്രേഷ്ഠൻ ജ്ഞാനി തന്നെയാണ്, ഒരു സംശയവുമില്ല ആ കാര്യത്തിൽ. ജ്ഞാനിയോളം ശ്രേഷ്ഠത മറ്റാർക്കുമില്ല. അങ്ങനെ ഉത്തമ നരനായിരിക്കുന്ന ജ്ഞാതജ്ഞേയൻ, അറിയേണ്ടതിനെ അറിഞ്ഞവൻ. ഇപ്പം അറിയേണ്ടത് ഏതാണ് എന്നുപോലും അറിഞ്ഞുകൂടാതെ ജീവിക്കുന്നവർക്ക് ഈ അറിയേണ്ടതിനെ അറിഞ്ഞവൻ എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അറിയേണ്ടത് എന്താണ്? ഉപനിഷത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ആത്മാവാ അരേ ശ്രോതവ്യഃ മന്തവ്യഃ നിധിധ്യാസിതവ്യഃ. ആത്മാവിനെ കുറിച്ചാണ് കേൾക്കേണ്ടത്, അതിനെക്കുറിച്ച് തന്നെയാണ് മനനം ചെയ്യേണ്ടത്, അതിനെ തന്നെയാണ് ധ്യാനിക്കേണ്ടത്, അതിനെ തന്നെയാണ് അറിയേണ്ടത്. അതിൻ്റെ അനുഭവമാണ് ഒരു വ്യക്തി ജീവിതത്തിൽ നേടേണ്ടത്. മറ്റുള്ളത് നിങ്ങൾ നേടിയോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യമില്ല. മറ്റുള്ളത് നിങ്ങൾക്ക് നേടണമെങ്കിൽ നേടാം, നേടാതെയും ഇരിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടു നിന്നിരിക്കുകയാണ്. പക്ഷേ ഈ അറിവ്, ആത്മജ്ഞാനം, അതിൽ നമുക്ക് ചോയ്സ് ഇല്ല. എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അംഗീകരിക്കാം, വേണ്ടെങ്കിൽ വേണ്ട, അങ്ങനെ പറ്റില്ല. ആത്മാവാണ് അറിയപ്പെടേണ്ടത്, ആത്മാവിനെയാണ് ഉപാസിക്കേണ്ടത് എന്ന് ഉപനിഷത്ത് അടിവരയിട്ട് പറയുന്നു. അതുകൊണ്ട് ജ്ഞാതജ്ഞേയനായ ഒരുവനാണ് മനുഷ്യരിൽ ശ്രേഷ്ഠൻ. ജ്ഞാതജ്ഞേയൻ, ജ്ഞാതം അറിയപ്പെട്ടത്, ജ്ഞേയം അറിയപ്പെടേണ്ടത്. അറിയപ്പെടേണ്ടത് ആർക്കാണോ അറിയപ്പെട്ടതായി തീർന്നിരിക്കുന്നത്, ചുരുക്കി പറഞ്ഞാൽ അറിയേണ്ടതിനെ ആരാണോ അറിഞ്ഞത്, ആ വ്യക്തിയാണ് മനുഷ്യരിൽ ശ്രേഷ്ഠൻ. അയാൾ ഏത് തരക്കാരനായിരിക്കും? അയാളുടെ ആന്തരവും ബാഹ്യവുമായ ലക്ഷണങ്ങൾ, ഒരാളുടെ കർമ്മത്തിൽ നിന്ന് അയാൾ ഏത് തരക്കാരനാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ അയാളുടെ ചിന്തകൾ, വികാരങ്ങൾ, വിചാരങ്ങൾ, ഇതൊക്കെ ഒരു പരിധിവരെ മുഖം നോക്കിയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ ജ്ഞാനം എന്നുള്ളത് മാത്രം ഒരാളുടെ മുഖത്ത് നോക്കി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ വ്യക്തി ജ്ഞാനിയാണോ അല്ലയോ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. പരമാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം അല്ല, അത് മുഖത്തിൽ ഒരു മുഖപ്രസാദമായി, ഒരു പ്രകാശമായി അത് പ്രത്യക്ഷപ്പെട്ടുകൂടെ? എപ്പോഴും അങ്ങനെ പ്രത്യക്ഷപ്പെടണമെന്നില്ല. സത്യത്തിൽ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ പടം ഞാൻ ജീവിതത്തിൽ ആദ്യമായി കണ്ടപ്പോൾ തനി ഭ്രാന്തൻ എന്നാണ് വിചാരിച്ചത്. അങ്ങനെ വിചാരിച്ച വേറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. മുഖത്ത് ആ ജ്ഞാനത്തിൻ്റെ ഒരു ലക്ഷണവും ഇല്ല. തനി ഭ്രാന്തൻ, എന്തോ ഒരു മാനസിക രോഗിയാണ്, എന്തോ കുഴപ്പമുണ്ട് ഇയാൾക്ക്, മന്ദബുദ്ധിയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ തോന്നിയതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ? യാതൊരു മുൻവിധിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ പടം കാണുന്നത്. അദ്ദേഹത്തിൽ എന്തെങ്കിലും വൈശിഷ്ട്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ചില ജ്ഞാനികളുടെ മുഖം കണ്ടാൽ മുഖത്ത് നല്ല പ്രകാശമുണ്ടാവും, ശാന്തി ആ മുഖത്ത് കളിയാടും. അപ്പോൾ ഈ ജ്ഞാനം എന്നുള്ളത് പല രീതിയിലാണ് പ്രകടമാകുന്നത്. ചില ജ്ഞാനികളെ കണ്ട തനി വട്ടൻ, ഭ്രാന്തൻ എന്നായിരിക്കും മറ്റുള്ളവർക്ക് തോന്നുക. ഇപ്പം നമുക്ക് അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതല്ല വിഷയം. ജ്ഞാനിയുടെ കർമ്മങ്ങളും വാക്കും, അത് അവയിൽ നിന്ന് ഒരു പരിധിവരെ അയാളുടെ ജ്ഞാനത്തെ നമുക്ക് അളക്കാൻ പറ്റും. അപ്പോൾ ഒരു ജ്ഞാനിയുടെ ലക്ഷണങ്ങളാണ് പറയുന്നത്. യാവജ്ജീവം കഥം ചൈഷ കിമാചാരോപതിഷ്ഠതേ.
ജ്ഞാനത്തിന് ശേഷം ഒരു ജ്ഞാനി ആ ശരീരം ഉപേക്ഷിക്കുന്നത് വരെ എന്തെന്ത് പ്രവൃത്തികളിൽ വ്യാപൃതനാകും, അല്ലെങ്കിൽ കർമ്മത്തോടുള്ള അയാളുടെ സമീപനം എന്തായിരിക്കും? കർമ്മം ചെയ്യുമോ, അല്ലെങ്കിൽ കർമ്മം ഒന്നും ചെയ്യാതെ ചടഞ്ഞുകൂടി ഒരു സ്ഥലത്ത് ഒന്നും ചെയ്യാതെ ഇരിക്കുമോ? എന്താണ് അദ്ദേഹം പ്രവർത്തിക്കുന്നെങ്കിൽ ഏത് തരം പ്രവൃത്തികളിലായിരിക്കും അദ്ദേഹം വ്യാപൃതനാവുക? ഇങ്ങനെയുള്ള കാര്യങ്ങളും ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഇതെല്ലാം കൂടെ കേട്ടാൽ സമഗ്രമായ ഒരു വിവരണം ഉണ്ടെങ്കിൽ ഈ ജ്ഞാനികളുടെ മാഹാത്മ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. തത്ര സ്വഭാവഭൂതാന്യാന്തരാണി ലക്ഷണാനി പ്രഥമം വക്തും ഉപക്രമത്തെ. ആദ്യമായി ജ്ഞാനിയുടെ മനസ്സ് ഏത് തരത്തിലുള്ളതാണ്, അദ്ദേഹത്തിന് ഈ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടെന്താണ്, അതൊന്നും പുറമേയുള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഒരാളുടെ മനസ്സിൽ എന്താണുള്ളത്, അയാളുടെ കാഴ്ചപ്പാട് എന്താണ്, അതൊന്നും സാധാരണഗതിയിൽ വേറൊരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് സൂക്ഷ്മമായ ആന്തരികമായ സ്വഭാവത്തെ, ആ ലക്ഷണങ്ങളെയാണ് ആദ്യമായി പറയാൻ ആരംഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടെന്താണ്? ശ്രീരാമകൃഷ്ണദേവന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം, ജ്ഞാനിക്കെന്താ രണ്ട് കൊമ്പുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഒരാൾ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ ഈ പശുവിൻ്റെയും കാളയുടെയും ഒക്കെ മുമ്പിൽ തലയിൽ രണ്ട് കൊമ്പുണ്ടാവുമല്ലോ. അപ്പം ജ്ഞാനി എന്നുള്ളത് ഈ കൊമ്പിനെ നോക്കിയാണോ നമ്മൾ തീരുമാനിക്കേണ്ടത്? കൊമ്പുള്ളവൻ ജ്ഞാനി. നമ്മൾ പറയാറില്ല അവൻ വലിയ കൊമ്പനാണെന്ന്, എന്ന് വെച്ചാൽ കൊമ്പുണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ജ്ഞാനം ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുമോ? പുതിയതായിട്ട് ഏതെങ്കിലും അവയവങ്ങൾ രൂപപ്പെടുമോ? ഒന്നുമില്ല. പുറമേ യാതൊരു മാറ്റവുമില്ല. പക്ഷേ സമൂലമായ പരിവർത്തനത്തിന് വിധേയമാകും. മനസ്സ്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, ചിന്ത, അവിടെ സമ്പൂർണമായ ഒരു മാറ്റമാണ് സംഭവിക്കുക. ഉപലാ അഭിമിത്രാണി ബന്ധവോ വനപാദപാഹ വനമധ്യേ സ്ഥിതസ്യാപി സ്വജനാ മൃഗപോതകാഹ. ഒരു ജ്ഞാനിയുടെ കാഴ്ചപ്പാട് ഒരു സാധാരണ വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും സുഹൃത്തുക്കളെക്കുറിച്ചും ബാഹ്യ ലോകത്തെക്കുറിച്ചും ഉള്ള കാഴ്ചപ്പാടിൽ നിന്ന് തികച്ചും വിഭിന്നമായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, പൂർണ്ണമായ ഒരു മാറ്റമാണ്, സമ്പൂർണമായ പരിവർത്തനമാണ് ഈ ജ്ഞാനത്തിലൂടെ ഒരാളുടെ ആന്തരമായ ഭാവത്തിൽ സംഭവിക്കുന്നത്. ഉപലാഭിമിത്രാണി, ഉപലം എന്ന വാക്കിന് കല്ല് എന്നാണ് അർത്ഥം. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത കൂട്ടുകാർ കല്ലുകളാണ്, ശിലകളാണ്. അല്ല, ജീവനില്ലാത്തവയെ നമ്മൾ സുഹൃത്തുക്കളായി അംഗീകരിക്കാറില്ല, ഉണ്ടോ? കല്ലും മരവും ഒക്കെ, മരങ്ങളെ പോലും നമുക്ക് സുഹൃത്തായിട്ട് വിചാരിക്കാം, കാരണം അവ വളരുന്നു, അതിന് ജീവനുണ്ട്. പക്ഷേ നിർജീവ വസ്തുക്കളെ മനുഷ്യർ മിത്രമായി കരുതാറില്ല. പട്ടിയും പൂച്ചയും ഒക്കെ സ്വന്തം മക്കളെക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. മോനെ എന്നാണ് വിളിക്കുന്നത് വീട്ടിൽ വളർത്തുന്ന പട്ടിയെ. പെൺപൂച്ചയാണെങ്കിൽ അയ്യോ അവൾക്ക് പാലിഷ്ടമല്ല, അവൾക്ക് ബിസ്ക്കറ്റാണ് ഇഷ്ടം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ തോന്നും ഇയാളുടെ കുട്ടികളാണെന്ന് തോന്നും. അങ്ങനെയല്ല, സ്വന്തം കുട്ടികളെക്കാളും കൂടുതൽ വളർത്തു മൃഗങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികളുണ്ട്. സ്വന്തം കുട്ടികൾ ആ വളർത്തു മൃഗങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദോഷമോ അല്ലെങ്കിൽ അക്രമമോ എന്തെങ്കിലുമൊക്കെ അതിനോട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് സഹിക്കാൻ പറ്റാത്ത ഗൃഹനാഥന്മാരും ഗൃഹനാഥകളുമുണ്ട്. മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ്. എന്തായാലും ജ്ഞാനിയുടെ കാഴ്ചപ്പാട് നോക്കാം. ജ്ഞാനിയുടെ കാഴ്ചപ്പാടിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, മനുഷ്യർ സുഹൃത്തുക്കളാണ്, പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ്, അതിൽ സംശയമില്ല. പക്ഷേ നിർജീവങ്ങളായ ശിലകൾ പോലും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരാണ്. അപ്പോൾ അദ്ദേഹം കൂട്ടുകാരുടെ കാര്യം പറഞ്ഞു. ഇനി ബന്ധുക്കളോ?
ബന്ധവോ വനപാദപാഹ, വനത്തിലെ വൃക്ഷങ്ങൾ. അപ്പോൾ നാട്ടിലെ വൃക്ഷങ്ങളോ? എല്ലാ വൃക്ഷങ്ങളും. ഈ ജ്ഞാനികൾ, പണ്ട് മഹർഷിമാർ, മുനിജനങ്ങളാണ് മിക്കവാറും ഈ ജ്ഞാനനിഷ്ഠയിൽ കഴിഞ്ഞിരുന്നത്. അപ്പോൾ കാട്ടിലുള്ള അവരുടെ ആശ്രമ പരിസരത്തുള്ള മരങ്ങളാണ് അവരുടെ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അടുപ്പം ഈ മരങ്ങളോട് അവർക്ക് തോന്നുന്നു. ഇവരൊക്കെ എൻ്റെ ബന്ധുക്കളാണ്. വനമധ്യേ സ്ഥിതസ്യാപി, വനത്തിൻ്റെ നടുക്കാണ് ഈ ജ്ഞാനി കഴിയുന്നതെങ്കിലും സ്വജനാ മൃഗബോധകാഹ, മൃഗബോധകം എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ കുഞ്ഞുങ്ങൾ. മൃഗങ്ങളെന്ന് പറഞ്ഞാൽ സിംഹം, പുലി, കടുവ, കരടി, ഇങ്ങനെയുള്ള ഹിംസ്ര മൃഗങ്ങൾ, വന്യമൃഗങ്ങളുടെ കുഞ്ഞുങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ സ്വജനങ്ങൾ. ഇദ്ദേഹം അവരോട് വളരെ വാത്സല്യത്തോടു കൂടി പെരുമാറും. അല്ല, അവരൊക്കെ ഇവരെ, ഈ ജ്ഞാനികളെ ഉപദ്രവിക്കാറില്ലേ? സർവഭൂത സുഹൃത്തുക്കളായിരിക്കുന്ന ജ്ഞാനികളോട് ഹിംസ്ര മൃഗങ്ങൾ പോലും വളരെ ശാന്തമായിട്ടായിരിക്കും പെരുമാറുക. അവരുടെ നൈസർഗികമായ ഹിംസിക്കുന്ന ആ വാസനയുണ്ടല്ലോ, അതൊക്കെ തൽക്കാലത്തേക്ക് ഈ ജ്ഞാനികളുടെ സാന്നിധ്യത്തിൽ അവയൊന്നും പ്രവർത്തിക്കാതെയാവും. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. നല്ല സംയമം, മനോനിയന്ത്രണം, ഇന്ദ്രിയ നിയന്ത്രണം, ഇത് ശീലിക്കുന്ന സംയമിയായ ഒരു സന്യാസി വര്യൻ്റെ അടുക്കൽ ഹിംസ്ര മൃഗങ്ങൾ പോലും പൂച്ചക്കുഞ്ഞുങ്ങളെപ്പോലെ ശാന്തരായിത്തീരും. അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് മഹാന്മാരുടെ ജീവചരിത്രം വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ വെറുതെ എഴുതി വെച്ചതല്ല. ക്രൂരമൃഗങ്ങൾ അവ പോലും ഒരു ജ്ഞാനിയുടെ സാന്നിധ്യത്തിൽ അവരുടെ ക്രൂരതയെ ഉപേക്ഷിച്ച് ശാന്തരായിത്തീരും. വനമധ്യേ സ്ഥിതസ്യാപി സ്വജനാ മൃഗബോധകാഹ, വനത്തിൻ്റെ നടുക്കാണ് ഈ ജ്ഞാനികൾ കഴിയുന്നതെങ്കിലും അവരെ സംബന്ധിച്ച് സ്വജനങ്ങൾ ആ കാട്ടിലെ മൃഗങ്ങളുടെ കുട്ടികളാണ്. മൃഗത്തിൻ്റെ കുഞ്ഞുങ്ങൾ, പക്ഷിക്കുഞ്ഞുങ്ങൾ, ഇവരൊക്കെയാണ് ജ്ഞാനിയുടെ അടുത്ത ബന്ധുക്കൾ അല്ലെങ്കിൽ സ്വജനങ്ങൾ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ എന്നർത്ഥം. ഇവരുടെ മധ്യത്തിലാണ് അവർ കഴിയുന്നത്, ഇവരോടൊപ്പമാണ് ജീവിക്കുന്നത്. അപ്പോൾ സ്വജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കുടുംബാംഗങ്ങൾ എന്നാണ് അർത്ഥം. മിത്രാദിഷു ഉപലാദിഷു ച സംയോഗ വിയോഗാദിഷു തുല്യ അന്തസ്ഥിതിരിത്യർത്ഥ. ഇനി ഈ ശിലകളെയും അതുപോലെയുള്ള വനവൃക്ഷങ്ങളെയും ഒക്കെ മിത്രങ്ങളായിട്ടും സ്വജനങ്ങളായിട്ടും ഒക്കെ ഇദ്ദേഹം കാണുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹത്തിൻ്റെ ആ വിവേകം നഷ്ടമായി എന്നാണോ? നിർജീവ വസ്തുക്കളെ കൂട്ടുകാരായി കരുതുക, ബന്ധുക്കളായി കരുതുക, അങ്ങനെയല്ല. സംയോഗ വിയോഗാദിഷു, സംയോഗം ചേർച്ച, വിയോഗം വേർപാട്, ഈ രണ്ട് വിരുദ്ധ ഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ നമ്മോട് കൂടെ ചേർന്നിരിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. കുടുംബാംഗങ്ങൾ, ഇവരൊക്കെ നമ്മളൊക്കെ എല്ലാവരും ചേർന്ന് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇവരുടെ വിയോഗം സംഭവിക്കുമ്പോൾ നമുക്ക് ദുഃഖമാണ് ഉണ്ടാവുന്നത്. ഈ ജ്ഞാനികൾക്ക് സംയോഗ വിയോഗങ്ങളിൽ തുല്യ ഭാവമായിരിക്കും ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിനെ സന്തോഷ സന്താപങ്ങൾ ബാധിക്കുകയില്ല. എന്നാൽ എല്ലാവരോടും സുഹൃത് ഭാവമാണ്, മൈത്രീഭാവമാണ്. അവരുടെ മനസ്സ് ബാഹ്യമായ കാര്യങ്ങളിൽ അത്ര പെട്ടെന്ന് കുടുങ്ങിപ്പോകുന്നില്ല. പുറം ലോകത്തുള്ള സംഭവങ്ങൾ അവരുടെ ആന്തരികമായ സ്ഥിതിക്ക് ഭംഗം വരുത്തുന്നില്ല. ആകീർണം ശൂന്യമേവാസ്യ വിപദശ്ചാതിസമ്പദഃ സ്ഥിതസ്യാപി മഹാരാജ്യേ
വ്യസനാന്യേവ സൂത്സവാഹ ആകീർണം ശൂന്യമേവാസ്യ വിപദഃ. ആകീർണം ജനസങ്കുലം സ്ഥാനം. ആകീർണം എന്നുള്ളതിന് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം എന്നാണ് അർത്ഥം. ധാരാളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഗ്രാമങ്ങളും നഗരങ്ങളും ഒക്കെ അദ്ദേഹത്തെ സംബന്ധിച്ച് ശൂന്യമാണ്. അതൊക്കെ ആളൊഴിഞ്ഞ സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ഇത്രയും ആൾക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ അദ്ദേഹം സ്ഥിതി ചെയ്യുമ്പോഴും ഇതൊന്നും അല്ലെങ്കിൽ ഇവരാരും ഇല്ല, ഒക്കെ മായയുടെ കളി എന്ന് അദ്ദേഹത്തിന് ഉറപ്പുള്ളത് കൊണ്ട് വലിയ വലിയ രാജവീഥികളും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നഗരങ്ങളും ചന്തസ്ഥലങ്ങളും അതെല്ലാം അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ ശ്മശാനം പോലെ ശൂന്യ സ്ഥലങ്ങളാണ്. എന്ന് പറഞ്ഞാൽ കുറേ പടങ്ങൾ, ചലിക്കുന്ന ചിത്രങ്ങൾ. ചലച്ചിത്രം അതാണ് സിനിമ. ചലിക്കുന്ന ചിത്രമാണ് ചലച്ചിത്രം. ഇതൊക്കെ വെറും ഒരു പടം, ഒന്നും വാസ്തവമല്ല. അപ്പോൾ എത്ര ആൾക്കാർ റോഡിൽ കൂടെ നടന്നു പോയാലും അവരുടെ മധ്യത്തിൽ ഈ ജ്ഞാനി ഒറ്റയ്ക്കാണ്. അതാണ് അദ്ദേഹം അനുഭവിക്കുന്ന ഏകാന്തത. നമ്മൾ ആളില്ലാത്ത സ്ഥലം തേടി പോകുന്നു. ഏകാന്തമായ വിജന സ്ഥാനങ്ങൾ തേടിയാണ് മനുഷ്യർ പോകുന്നത്. പക്ഷേ ജ്ഞാനിയെ സംബന്ധിച്ച് ജനമധ്യത്തിൽ പോലും അദ്ദേഹം തികഞ്ഞ ഏകാന്തത അനുഭവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇതൊന്നും സത്യമാണ് എന്ന വിചാരം അല്പം പോലുമില്ല. അതുകൊണ്ട് അദ്ദേഹം ഏകാന്തത തേടിപ്പോകാറില്ല. വിജനത അദ്ദേഹം എപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ആകീർണം ശൂന്യമേവാസ്യ വിപദശ്ച അതിസമ്പദഃ. വലിയ വലിയ സമ്പത്ത് അതൊക്കെ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ ആപത്തുകളാണ്. നമുക്ക് പറ്റുമോ? നമ്മൾ ഈ ആപത്തുകളെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവരാണ്. സമ്പത്തെന്ന് പറയുന്നത് ആപത്താണ്. ജീവിക്കാൻ കാശ് വേണം, പണം വേണം. പക്ഷേ ആവശ്യത്തിൽ കവിഞ്ഞ സമ്പത്ത് കൊണ്ട് നമുക്ക് ദുഃഖവും ദുരിതവും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആയേ ദുഃഖം വ്യയേ ദുഃഖം എന്നാണ് സമ്പത്തിനെ കുറിച്ച് പറയുന്നത്. സമ്പത്ത് വരുമ്പോഴും ദുഃഖമാണ്. എന്തുകൊണ്ട് ദുഃഖം? ന്യായമായ രീതിയിൽ, ധാർമ്മികമായ രീതിയിൽ ജീവിച്ചാൽ ധാരാളം പണം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. സേവിങ്സ് അക്കൗണ്ടിൽ അധികം പൈസയൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ വളരെ കഷ്ടപ്പെട്ട് പ്രയത്നിച്ച് ആണ് ഒരു വ്യക്തി സമ്പത്ത് ചേർത്ത് വയ്ക്കുന്നത്. അപ്പോൾ ആ സമ്പാദിക്കുക എന്നുള്ളത് തന്നെ വലിയ ക്ലേശകരമായ ഒരു ജോലിയാണ്. ഇനി ഈ ചേർത്ത് വെച്ച സമ്പത്ത് ഓരോ കാര്യത്തിനായി നമ്മൾ ചെലവഴിക്കുമ്പോൾ അതിനേക്കാളും ദുഃഖമാണ്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് എല്ലാം പെട്ടെന്ന് പോകുന്നല്ലോ, അനാവശ്യമായി ചിലവാകുന്നല്ലോ. അനാവശ്യമായിട്ടല്ല. അപ്പോൾ ഇങ്ങനെ വിദ്യാഭ്യാസത്തിനും ചികിത്സയ്ക്കും മറ്റു കാര്യങ്ങൾക്കും, ഒരു കല്യാണമോ അല്ലെങ്കിൽ അതുപോലുള്ള വേറെ എന്തെങ്കിലും ഒരു പിറന്നാളോ അങ്ങനെയുള്ള ഒരു ചടങ്ങ്, ഒരു തീർത്ഥയാത്രയ്ക്ക് പോകണമെങ്കിൽ എത്ര രൂപയാണ് ചിലവ്? കാശി വരെ പോയിട്ട് വരണം, അല്ലെങ്കിൽ കേദാർനാഥ് വരെ പോയിട്ട് വരണം. വലിയ പണച്ചെലവുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും മനുഷ്യരുടെ കയ്യിൽ നിന്ന് പണം ചെലവാകുമ്പോൾ മനുഷ്യർക്ക് ദുഃഖമാണ് ഉണ്ടാകുന്നത്. കാരണം അവൻ കഷ്ടപ്പെട്ട് ഉറുമ്പും തേനീച്ചയും ഒക്കെ ശേഖരിച്ച് വെക്കുന്നത് പോലെ കുറച്ചായിട്ട് അല്പാൽപമായിട്ട് ശേഖരിച്ച് വെച്ചത് ഒറ്റയടിക്ക് ചിലവായി പോകുന്നു എന്ന് പറയുമ്പോൾ വിഷമം തന്നെയാണ്. കുറേ പൈസ ചിലവായി പോകും, കുറേ പൈസ ചിലവായി പോകും. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവൻ നമ്മുടെ കയ്യിൽ നിന്ന് അടിച്ചെടുക്കുമെന്നർത്ഥം. ഓരോരോ കാര്യവും പറഞ്ഞ് വിപദശ്ച അതിസമ്പദഃ. അതിസമ്പദഃ വിപദഃ. അതിസമ്പദഃ എന്ന് പറഞ്ഞാൽ വർദ്ധിച്ച ധനം. ആ ധനം ജ്ഞാനിയുടെ ദൃഷ്ടിയിൽ വലിയ ഒരു വിപത്തോ ആപത്തോ പോലെയാണ്. കാരണം എന്തിനത്? ജീവിക്കാൻ. ഇപ്പോൾ പണ്ടത്തെ മഹർഷിമാർ ജീവിച്ചതുപോലെയൊന്നും നമുക്ക് ഈ കാലത്ത് ജീവിക്കാൻ പറ്റില്ല.
പണ്ടത്തെ മഹർഷിമാർ വനവൃക്ഷങ്ങളിൽ നിന്നുള്ള കായ്കളും കനികളും അതുപോലെ കിഴങ്ങുകളും ഒക്കെ ഭക്ഷിച്ചുകൊണ്ടാണ് ജീവിച്ചത്. അവർക്കത് മതി കുടിക്കാൻ. കാട്ടാറിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം, ശുദ്ധമായ ജലം, താമസിക്കാൻ മഴയും വെയിലും ഒന്നും ഏൽക്കാതെ താമസിക്കാൻ ഒരു ചെറിയ പർണശാല. ഇനി പർണശാല ഇല്ലെങ്കിൽ പോലും ഏതെങ്കിലും ഗുഹയുടെ ഉള്ളിൽ അവർ താമസിക്കും. ഗുഹ എന്ന് പറയുന്നത് പ്രകൃതി തന്നെ മഹർഷിമാർക്ക് നിർമ്മിച്ചിട്ടുള്ള ഒരു വാസസ്ഥാനമാണ്. ഗുഹകളുടെ ഉള്ളിൽ ഭാഗവതത്തിലെ ഒരു ശ്ലോകം വരും. എന്തിനാ ഈ വീടിനെ കുറിച്ച് മനുഷ്യർ ഇത്രയും ദുഃഖിക്കുന്നത്? നിങ്ങൾ കാട്ടിലേക്ക് പോ. കാട്ടിലുള്ള ഗുഹകളുടെ മുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഗുഹയുടെ പ്രവേശന കവാടങ്ങൾ ആരും കല്ലുകൊണ്ട് അടച്ചിട്ടില്ല. അവയൊക്കെ ഇപ്പോഴും തുറന്നാണ് കിടക്കുന്നത്. അതിനകത്ത് കയറി സുഖമായിട്ട് താമസിച്ചോളൂ. അതിനകത്ത് ചിലപ്പോൾ രാജവെമ്പാലയും അണലിയും ഒക്കെ ഉണ്ടാവും. ഒരു അഡ്ജസ്റ്റ്മെന്റിൽ കഴിഞ്ഞാൽ രണ്ടുപേർക്കും കഴിയാം. കാരണം അവരൊക്കെ എവിടെ പോവും? എന്തായാലും സമ്പത്ത് എന്ന് പറയുന്നത് അന്നും എന്നും എന്നും മനുഷ്യന് ദുഃഖം മാത്രമേ നൽകിയിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ആവശ്യത്തിൽ കവിഞ്ഞ സമ്പത്ത്, ആവശ്യത്തിൽ കവിഞ്ഞ വരവ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ചെലവിനേക്കാളും കൂടുതൽ വരവ് നിങ്ങൾക്കുണ്ടെങ്കിൽ ദാനം ചെയ്യൂ മനുഷ്യ. ആർക്കെങ്കിലും കൊടുക്കൂ. ഞാൻ ആർക്കും കൊടുക്കത്തില്ല. എന്തിനീ നിർബന്ധം? നിങ്ങളുടെ ആവശ്യത്തിൽ കൂടുതലുള്ളതിനെയല്ലേ ദാനം ചെയ്യാൻ പറയുന്നുള്ളൂ. എന്നാലും അതെൻ്റെ കുട്ടികൾക്ക് വേണ്ടേ, എൻ്റെ കുടുംബത്തിന് വേണ്ടേ? എൻ്റെ കാലം കഴിഞ്ഞാൽ എൻ്റെ കുടുംബം എങ്ങനെ ജീവിക്കും? അപ്പോൾ ഇയാൾ നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞു. അവരൊക്കെ മരിച്ചു പോകുന്നതിന് മുമ്പ് ഇയാൾ തട്ടിപ്പോകുന്നുള്ള കാര്യം നേരത്തെ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ശേഷം അവർ ഈ ലോകത്ത് നിന്ന് പോയിക്കൂടാ? അങ്ങനെയല്ല, എല്ലാവരും അങ്ങനെയാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, ഇങ്ങനെയാണ്. മരണത്തെക്കുറിച്ച് ചിന്തിച്ച് അനുനിമിഷം മരിച്ചുകൊണ്ടിരിക്കുന്നവർ. ഈ ചിന്തിച്ചാണ് മനുഷ്യൻ മരിക്കുന്നത്. ചിന്തയിലാണ് അവൻ്റെ മരണം ആദ്യം സംഭവിക്കുന്നത്. ഞാൻ ചത്തുപോകും, ഞാൻ മരിച്ചു പോകും, എനിക്ക് വയസ്സായി, ശരീരത്തിൽ ഒരുപാട് രോഗങ്ങളുണ്ട്, എപ്പോഴാണോ കാലം വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല, ഞാൻ എല്ലാറ്റിനും തയ്യാറായിരിക്കുകയാണ്, എല്ലാ കുട്ടികൾക്ക് കൊടുക്കേണ്ട വീതമൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇയാൾ ഈ വീതം വെക്കുന്നത് കണ്ടാൽ തോന്നുന്നു ഇതൊക്കെ ഇയാൾ ജനിക്കുമ്പോഴേ കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നു. നിന്റെ കാലം കഴിഞ്ഞാൽ അവരെങ്ങനെയെങ്കിലും വീതിച്ചെടുത്തോളൂ. അല്ല, അവർ തമ്മിൽ അടിപിടി ഉണ്ടാവാൻ പാടില്ലല്ലോ. എൻ്റെ മക്കൾ എൻ്റെ സ്വത്തിനെ ചൊല്ലി തമ്മിൽ കലഹിക്കരുതല്ലോ. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവർ തമ്മിൽ കലഹിച്ചാലെന്ത്, അല്ലെങ്കിൽ രമ്യതയോടുകൂടി കഴിഞ്ഞാലെന്ത്? അനാവശ്യമായ ചിന്തകൾ ചിന്തിച്ച് കാട് കയറുകയാണ് പലരും. ഈ ചിന്തകളാണ് മനുഷ്യരുടെ സ്വസ്ഥത നശിപ്പിക്കുന്നത്. നാളെയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കൂ. അന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ. നിങ്ങളൊരു മുനിയായി മാറണമെങ്കിൽ ഇപ്പോഴെന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാവൂ. വൈകുന്നേരം എന്താവും, രാത്രി എന്താവും, വരട്ടെ. ഈ വൈകുന്നേരവും രാത്രിയൊക്കെ വരുന്നതിന് മുമ്പ് നമ്മളങ്ങ് യാത്രയായാലോ? അല്ല, അതിനുള്ള സാധ്യതയില്ലേ? ഈ പറയുന്ന എനിക്കും അങ്ങനെയുള്ള അനുഭവം ഉണ്ടാകാം, കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും അങ്ങനെയുള്ള അനുഭവം ഉണ്ടാകാം. ജീവിതത്തിന് ഒരു സ്ഥിരതയുമില്ല. നിശ്വാസേ നഹി വിശ്വാസ കഥാ രുദ്ധോ ഭവിഷ്യതി. ഈ ശ്വാസം അകത്തും പുറത്തുമായിട്ട് ഇങ്ങനെ പോയി വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇതിനെ വിശ്വസിക്കണ്ട. ഇത് എപ്പോഴാണ് നിന്നു പോകുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അങ്ങനെ നീറ്റിലെ പോളയ്ക്കു തുല്യമാം ജീവനെ പോറ്റുവാൻ എത്ര ദുഃഖിക്കുന്നു മാനുഷർ. നീറ്റിലെ പോള എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ പ്രത്യക്ഷപ്പെടുന്ന കുമിള. അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തകർന്നു പോകും. അതുപോലെയുള്ള ജീവിതത്തെ പോറ്റാൻ മനുഷ്യർ എന്തുമാത്രം ദുഃഖിക്കുന്നു. അതുകൊണ്ട് സമ്പത്ത് ആവശ്യത്തിൽ കൂടുതൽ വേണ്ട. അതുകൊണ്ടാണ് അതിസമ്പത്ത് എന്നുള്ള വാക്ക് പ്രയോഗിച്ചത്. സമ്പത്ത് വേണ്ട എന്ന് വസിഷ്ഠ മഹർഷിക്ക് അഭിപ്രായമില്ല. ആവശ്യത്തിൽ കവിഞ്ഞ സമ്പത്തും സ്വത്തും അത് നമുക്ക് ആപത്തിനായി കൊണ്ടുഭവിക്കും.
സ്ഥിതസ്യാപി മഹാരാജ്യേ വ്യസനാന്യേവ സൂത്സവാഹ. ഈ സന്യാസി അല്ലെങ്കിൽ ഈ ജ്ഞാനിയെ പിടിച്ച് ഒരു രാജ്യത്തിൻ്റെ ചക്രവർത്തിയായി പട്ടാഭിഷേകം ചെയ്താൽ ആ രാജ്യത്ത് നടക്കുന്ന ഉത്സവങ്ങൾ, ജനങ്ങൾ ആഘോഷിക്കുന്ന പല ആഘോഷവേളകളും അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ വലിയ ദുഃഖങ്ങളായിട്ടായിരിക്കും അദ്ദേഹം കാണുക. നമ്മളിവിടെ അടിച്ചു പൊളിക്കണം എന്നാണ് പലരുടെയും അഭിപ്രായം. അടിച്ചു പൊളിക്കാനുള്ളതാണ് മനുഷ്യ ജീവിതം. ഉത്സവങ്ങളെല്ലാം വലിയ വ്യസനങ്ങളാണ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നമ്മെ മരണം പിടികൂടുന്നതെന്ന് ആർക്ക് പറയാൻ പറ്റും? കുവൈറ്റിൽ ഇവിടുന്ന് ജോലിക്ക് പോയ എത്ര മലയാളികൾ ആ അഗ്നിബാധയിൽ ആ കെട്ടിടം തീപിടിച്ച് കത്തിയപ്പോൾ എത്ര പേരാണ് മരിച്ചത്? ഓരോരുത്തരുടെ മൃതദേഹങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, നമുക്കങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല. എൻ്റെ ബന്ധുക്കളാരും ഗൾഫിലില്ല. ബാംഗ്ലൂരുണ്ടോ, ചെന്നൈയിലുണ്ടോ, ഹൈദരാബാദിലുണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോത്താഴത്ത് ഉണ്ടാവുമല്ലോ നമ്മുടെ സ്വന്തക്കാരും ബന്ധുക്കളും. മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ് എന്നൊരു ചൊല്ലുണ്ട്. അതായത് എപ്പോഴാണ് രംഗപ്രവേശം ചെയ്യേണ്ടത് എന്നറിഞ്ഞൂടാത്ത ഒരു ബഫൂണിനെ പോലെയോ ജോക്കറെ പോലെയോ കോമാളിയെയും പോലെയാണ് ഈ മരണമെന്ന് പറയുന്നത്. അതുകൊണ്ട് അമിതമായി ഒന്നിലും മനസ്സുകൊണ്ട് ഒട്ടണ്ട, ഒന്നിലും സംഘബദ്ധമാകണ്ട മനസ്സ്. സ്ഥിതസ്യാപി മഹാരാജ്യേ വ്യസനാന്യേവ സൂത്സവാഹ. വലിയ വലിയ ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ പോലും ജ്ഞാനിയുടെ ദൃഷ്ടിയിൽ അതൊക്കെ ദുഃഖങ്ങളാണ്. കാരണം ഇങ്ങനെ പൊട്ടിച്ചിരിച്ച് ആർത്തട്ടഹസിച്ച് ജീവിതം ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും വെള്ളിടി പോലെ ഒരു ദുഃഖം അയാളുടെ ജീവിതത്തിൽ വന്നു പതിക്കുന്നത്. തീർന്നില്ലേ? ജീവിതം ആസ്വദിക്കാൻ വേണ്ടി പല ടൂറിസ്റ്റ് റിസോർട്ടുകളിലും ചെന്നെത്തി. ഈ സുനാമി വരുന്നതിന് മുമ്പ് ശാന്തമായ സമുദ്രം, നീല ആകാശം, പ്രകൃതിക്ഷോഭത്തിനുള്ള ഒരു സാധ്യതയുമില്ല. ആ കടൽ തീരത്തിൽ വസ്ത്രം ധരിച്ചും വസ്ത്രം ധരിക്കാതെയും ഒക്കെ ധാരാളം ടൂറിസ്റ്റുകൾ അങ്ങനെ ജീവിതം ആസ്വദിക്കാൻ വേണ്ടി അങ്ങനെ കടൽ തീരത്ത് കിടക്കുമ്പോഴാണ് പെട്ടെന്ന് കടൽ ഇങ്ങോട്ട് അടിച്ചു കയറിയത്. തിരമാലകൾ, സുനാമി എല്ലാം പോയി. കടലിങ്ങനെ കരയിലേക്ക് അടിച്ചു കയറുന്നത്, പ്രകൃതിക്ഷോഭം, മഴക്കാലം, ചുഴലിക്കാറ്റ്, ഇതൊക്കെ വരുമ്പോൾ കടൽ കരയിലേക്ക് അടിച്ചു കയറും. വലിയ ഉയരത്തിൽ തിരമാലകൾ പ്രത്യക്ഷപ്പെടും. ഇത് ഒരു പ്രകോപനവും ഇല്ലാതെ, അങ്ങനെയുള്ള ഒരു ലക്ഷണവും ഇല്ലാതെ കടൽ കരയിലേക്ക് അടിച്ചു കയറി വലിയ നാശനഷ്ടങ്ങളുണ്ടായി. അപ്പോൾ ഇവിടെ സത്യത്തെ മറന്ന ഒരു ജീവിതം ആരും ജീവിക്കരുത്. സത്യത്തെ മറന്നാൽ അതാണ് ഏറ്റവും വലിയ നഷ്ടം. സത്യത്തെ ഓർമ്മിക്കുന്നതാണ് ഏറ്റവും വലിയ ജീവിത ലാഭവും. ആകീർണം ജനസങ്കുലം സ്ഥാനം. ധാരാളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന നഗരങ്ങളും അതുപോലെയുള്ള മാർക്കറ്റ് പ്ലേസസും അതൊക്കെ ശൂന്യസ്ഥലങ്ങളായി ഞാനിക്ക് തോന്നുന്നു. വിപദഃ ധനബന്ധ്വാദിനാശാഃ. വിപത്തുകൾ എന്ന് പറഞ്ഞാൽ ധനനാശവും ഒരർത്ഥത്തിൽ വിപത്താണ്. ബന്ധുക്കളുടെ വിയോഗം, അവരുടെ മരണം, അതും വിപത്ത് തന്നെയാണ്. വ്യസനങ്ങൾ എന്നിവിടെ പറഞ്ഞത് വ്യസനാനി വധബന്ധന പാരവശ്യാദി ദുഃഖാനി. വ്യസനം, ദുഃഖം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മെ ഒരാൾ വധിക്കാം, നമ്മെ ആരും കൊല്ലില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇല്ല, ഞാൻ ആരുമായിട്ടും ഒരു വഴക്കിനും പോയിട്ടില്ല, ആരുമായിട്ട് എനിക്ക് ശത്രുതയില്ല, ആരുമായിട്ടും പണമിടപാടില്ല, ഞാൻ ആർക്കും കടം കൊടുത്തിട്ടുമില്ല, ആരുടെ കയ്യിൽ നിന്നും കടം വാങ്ങിച്ചിട്ടുമില്ല, എന്നെ ആരെങ്കിലും കൊല്ലും
എന്തുകൊണ്ട് കൊന്നുകൂടാ? ആ ലണ്ടനിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കുറെ പേരെയാണ് ഏതോ ഒരു ഭ്രാന്തൻ അവരുടെ നേർക്ക് നിറയൊഴിച്ചത്. അവർ പ്രതീക്ഷിച്ചോ? ഊണ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ വന്ന ആൾക്കാരാണ്. ഏതോ തലയ്ക്ക് വെളിവില്ലാത്തവൻ അവൻ തോക്കും കൊണ്ടുവന്ന് എല്ലാവരെയും വെടിവെച്ചിട്ട് കുറേ എണ്ണത്തെ. ആസ്ട്രേലിയയിൽ ഇതുപോലെയുള്ള ഒരു സംഭവം കുറച്ച് ദിവസത്തിന് മുമ്പ് നടക്കുകയുണ്ടായി. എന്താണിത്? ഇവരൊക്കെ എപ്പോഴെങ്കിലും വിചാരിച്ച് കാണുമോ അവർ മരിച്ചു പോകുമെന്നുള്ള കാര്യം? ഏത്? ഡോക്ടറെ കുത്തി കൊന്നില്ലേ? ജയിൽ പുള്ളിയെ മെഡിക്കൽ എക്സാമിനേഷന് വേണ്ടി കൊണ്ടുവന്നാണ്. മേശപ്പുറത്തിരിക്കുന്ന കത്രികയോ അതുപോലുള്ള എന്തോ ഒരു ആയുധമെടുത്ത് ഡോക്ടറെ പേരെന്താണ്? വന്ദനയാ അല്ലേ? ഒരു ശത്രുതയില്ല. ഡോക്ടർ വന്ദന കൊന്നു. ഒന്നും വേണ്ട. കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മതീർത്ഥം കുളത്തില് ഒരു ഭ്രാന്തൻ ഇത്രയും ആളുകൾ ചാനലുകാരൊക്കെ ലൈവ് ടെലികാസ്റ്റ് നടത്തുമ്പോൾ ഒരുത്തനെ മുക്കിക്കൊന്നു. ആരും ഇടപെട്ടില്ല. ഇതൊക്കെ ആരെങ്കിലും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണോ? ഈ മായയുടെ ഉള്ളിൽ എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നടക്കാം. മരണം ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് മരണവേളയിൽ ഈ സത്യത്തെ സ്മരിച്ചാൽ പോരെ, അങ്ങനെ വിചാരിക്കരുത്. എപ്പോൾ വേണമെങ്കിലും മരണം നമ്മുടെ അടുത്തെത്താം. അതുകൊണ്ട് സദാ സത്യത്തെ അനുസന്ധാനം ചെയ്തുകൊണ്ട് ജീവിക്കൂ. അപ്പോൾ വധം, അതുപോലെ ബന്ധനം, തീവ്രവാദികളും മറ്റും കടത്തിക്കൊണ്ട് പോകുന്നില്ലേ? ബന്ദികളായി അവരുടെ ജീവന് വിലപേശുന്നില്ലേ? അപ്പോൾ ഇതൊക്കെ പാരവശ്യം, വേറൊരാളുടെ അടിമയായി കഴിയുക, മറ്റൊരാളുടെ അധീനതയിൽ കഴിയുക, ഇതെല്ലാം ദുഃഖങ്ങളാണ്. ഇങ്ങനെയുള്ള ദുഃഖങ്ങൾ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. സൂത്സവാഹ മഹോത്സവ സമാഹ, വലിയ വലിയ ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ, അതൊക്കെ ക്ഷണനേരം കൊണ്ട് ദുഃഖദായകങ്ങളായ സംഭവങ്ങളായി മാറും. അടിച്ചു പൊളിക്കാൻ വേണ്ടി ഏതോ ഒരു കോളേജ് ക്യാമ്പസിനകത്ത് കുറേ പിള്ളേര്, അങ്ങനെ ഒരു സംഭവം നടന്നില്ലേ? കുറേ എണ്ണം തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചു. ക്യുസാറ്റ്. ഇതൊക്കെ എന്തോന്നാണ്? അതുകൊണ്ട് ഈ ജീവിതം എന്ന് പറയുന്നത് അത്യന്തം ക്ഷണികമാണ്, നശ്വരമാണ്. ഇത് എപ്പോൾ വേണമെങ്കിലും പൊലിഞ്ഞു പോകാം. ഒരു ഇലയുടെ തുമ്പിൽ തൂങ്ങിക്കിടക്കുന്ന ജലത്തുള്ളി പോലെ ചഞ്ചലവും ക്ഷണികവുമാണ് മനുഷ്യജീവിതം. അതുകൊണ്ട് ഇവിടെ മതിമറന്ന് ആഹ്ലാദിക്കുകയും വേണ്ട, ഒരു പരിധിയിൽ കവിഞ്ഞ് ദുഃഖിക്കുകയും വേണ്ട. എല്ലാ അളവോടുകൂടി മതി. ഈ അളവ് നമുക്ക് നിശ്ചയിക്കാൻ പറ്റുന്നില്ല. ചിലർ മദ്യപാനം ആരംഭിക്കുന്ന അങ്ങനെയാണ്, കുറച്ച്. ഞാൻ അടിച്ച് ഓവറൊന്നും ആവത്തില്ല, ഞാൻ ലിമിറ്റായിട്ടേ കഴിക്കൂ. ഈ ലിമിറ്റ് പലപ്പോഴും അതിക്രമിക്കപ്പെടുന്നു. ലിമിറ്റ് തെറ്റിപ്പോവും. അസമാധി സമാധാനം ദുഃഖമേവ മഹത് സുഖം വ്യവഹാരോപി സന്മൗനം കർമാണ്യേവാത്യകർമ്മത. അസമാധി സമാധാനം. ജ്ഞാനിയെ സംബന്ധിച്ച് പ്രാരബ്ധം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇളകി മറിയുമ്പോഴും, ജ്ഞാനിയുടെ മനസ്സ് അപൂർവം ചില സന്ദർഭങ്ങളിൽ അസ്വസ്ഥമാകാം, ആകുന്നതിൽ വിരോധമില്ല. ജ്ഞാനിയുടെ മനസ്സ്, അദ്ദേഹം ജ്ഞാനം നേടിയവനല്ലേ, ആയിക്കോട്ടെ. അടിതെറ്റിയാൽ ആനയും വീഴും. ഈ ആന എങ്ങനെയാ വീഴുന്നത്? ആ ബാലൻസ് പോയി കഴിഞ്ഞാൽ ഏത് ഗംഭീരന്റെയും സമചിത്തതയ്ക്ക് ഭംഗം ഉണ്ടാവും. അപ്പോൾ പ്രാരബ്ധവശാൽ ഒരു ജ്ഞാനിയുടെ മനസ്സ് ചഞ്ചലമാകുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ആ ചഞ്ചലതയിലും അദ്ദേഹം സമാധി സുഖം അനുഭവിക്കുന്നു എന്നാണ്. നമ്മുടെയൊക്കെ മനസ്സ് ചലിക്കുമ്പോഴാണ് നമ്മുടെ സ്വസ്ഥത നഷ്ടമാവുന്നത്. ജ്ഞാനിയുടെ മനസ്സിൻ്റെ ചലനങ്ങളെയും അദ്ദേഹം മാറി നിന്ന് കാണുന്നു.
അതുകൊണ്ട് അദ്ദേഹത്തിന് ശാന്തിയോടുകൂടി മനസ്സിൻ്റെ ചലനങ്ങളെ വീക്ഷിക്കാൻ കഴിയുന്നു. അപ്പോൾ സമാധി ഇല്ലാത്ത അവസ്ഥ, അത് അദ്ദേഹത്തെ സംബന്ധിച്ച് സമാധാനമോ സമാധിയോ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് ചലിച്ചാലും അദ്ദേഹം ചലിക്കുന്നില്ല. ഈ സ്ഥിതി എങ്ങനെ കൈവരിക്കാൻ പറ്റും? ഞാൻ മനസ്സല്ല എന്ന് തീരുമാനിക്കുക. എനിക്കും മനസ്സിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെ മനസ്സിനെ തന്നിൽ നിന്ന് അന്യമായ ഒന്നായി സാക്ഷിഭാവത്തിൽ വീക്ഷിക്കാൻ കഴിഞ്ഞാൽ മനസ്സിൻ്റെ ചലനങ്ങൾ, അത് സന്തോഷമോ സങ്കടമോ ഭയമോ ടെൻഷനോ എന്തോ ആയിക്കോട്ടെ, ഞാൻ ഇതല്ല, ഞാൻ ഇതിൻ്റെ കാഴ്ചക്കാരനാണ്, എനിക്ക് ഇതുമായിട്ട് ഒരു താതാത്മ്യമില്ല. അങ്ങനെ ആ സാക്ഷിഭാവത്തിൽ, അതാണ് ദുർഗാനന്ദ സ്വാമി പറയുന്നത്, താൻ ഭാവത്തിൽ നിൽക്കാൻ പറ്റിയാൽ, ഞാൻ ഭാവത്തിൽ ജീവഭാവത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, ശരീരം ഇവയുമായി ബന്ധപ്പെട്ട് നിൽക്കുക, ഇവയുമായി താതാത്മ്യം പ്രാപിച്ച് നിൽക്കുക. ആ നില വിട്ട് താൻ സാക്ഷിയായ ആത്മാവാണ് എന്ന ഭാവത്തിൽ ഇവയൊക്കെ കാണാൻ കഴിഞ്ഞാൽ അസ്വസ്ഥത ഉണ്ടാവത്തില്ല. സുഖദുഃഖങ്ങളാൽ ബാധിക്കപ്പെടാത്ത ഒരു നില നമുക്കുണ്ടാവും. ദുഃഖമേവ മഹത് സുഖം. മനസ്സിനെ ബാധിക്കുന്ന ദുഃഖങ്ങൾ ജ്ഞാനിക്ക് എന്തെന്നില്ലാത്ത സുഖത്തെ പ്രദാനം ചെയ്യുന്നു. മനസ്സിനെ ബാധിക്കുന്ന ദുഃഖങ്ങൾ, അസമാധാനം സമാധാനമായി തീരുന്നു എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങൾ സുഖങ്ങളായി തീരുന്നതിന് എന്താണ് വിരോധം? അദ്ദേഹത്തിൻ്റെ ആന്തരമായ ശാന്തിയെ മനസ്സിൻ്റെ ചലനങ്ങൾ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. താൻ ആത്മാവാണ് എന്നുള്ള ഉറപ്പ്, ജ്ഞാനനിഷ്ഠ. ആ ആത്മാവ് ആനന്ദഘനമായ വസ്തുവാണ്, അമരമായ സത്യമാണ്, അതാണ് താൻ എന്ന് അതുമായിട്ട് താതാത്മ്യപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ ഈ ലോകത്തുള്ള ഒന്നും ബാധിക്കുകയില്ല. മരണം പോലും അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ രസകരമായ ഒരു അനുഭവമാണ്. തന്നിൽ നിന്ന് തൻ്റെ ശരീരം കൊഴിഞ്ഞു പോകുന്നതിനെ താൻ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ചെടികളിൽ നിന്നും മരങ്ങളിൽ നിന്നും ഇലകൾ കൊഴിഞ്ഞു വീഴാറില്ലേ? നമ്മൾ കരയാറുണ്ടോ? മരത്തെ മുറിച്ചാൽ ചിലപ്പോൾ ഒരു വിഷമം വരുമായിരിക്കും. മരത്തിൽ നിന്ന് ഒരു ഇല അടർന്നു വീഴുന്നത് പോലെയേ ഉള്ളൂ ജ്ഞാനിയെ സംബന്ധിച്ച് ഏത് ശരീരത്തിൻ്റെയും പതനം. അത് സ്വന്തം ശരീരമായാലും ശരി, ബന്ധുക്കളുടെ ശരീരമായാലും ശരി, സുഹൃത്തുക്കളുടെ ശരീരമായാലും ശരി, ഏത് ശരീരം ഇവിടെ പതിച്ചാലും ബ്രഹ്മവൃക്ഷത്തിൻ്റെ ഒരു ഇല അടർന്നു വീഴുന്നത് പോലെ അദ്ദേഹം കാണുന്നു. ആയിരക്കണക്കിന് ഇലകൾ ആ മരത്തിൽ വീണ്ടും ഉണ്ടാവും. പഴുത്ത ഇലകൾ കൊഴിയും. അത് പ്രകൃതി നിയമമാണ്. ഇതിൽ നമ്മളെന്തിന് അനാവശ്യമായി സന്തോഷിക്കുകയും സന്തപിക്കുകയും ചെയ്യണം? ഈ സുഖദുഃഖങ്ങളുടെ നിരർത്ഥകത മനസ്സിലാക്കൂ. സന്തോഷ സന്താപങ്ങളുടെ നിരർത്ഥകത മനസ്സിലാക്കിയാണ് ഒരാൾ അവയെ തരണം ചെയ്യുന്നത്. ഇവിടെ ദുഃഖിക്കുന്നത് കൊണ്ടോ സുഖിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ സന്തോഷിക്കുന്നത് കൊണ്ടോ സങ്കടപ്പെടുന്നത് കൊണ്ടോ ഒരു പ്രയോജനവുമില്ല. ഇവിടെയുള്ള ഒരു സംഭവവും നടക്കാതിരിക്കുകയില്ല. സംഭവിക്കേണ്ടതൊക്കെ സംഭവിക്കുക തന്നെ ചെയ്യും. പിന്നെ നിങ്ങളുടെ ഈ സന്തോഷ സന്താപങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം? അല്പനേരത്തേക്ക് നിങ്ങൾ സന്തോഷിക്കുന്നു, കുറേ നേരം നിങ്ങളുടെ മനസ്സ് വ്യസനിക്കുന്നു. അതെന്തിന്? മനസ്സിനെ സമസ്ഥിതിയിൽ നിർത്തൂ. അതാണ് യോഗം. സമത്വം യോഗ ഉച്യത്തെ. നിർദോഷമായ വസ്തുവാണ് ബ്രഹ്മം. ഈ ബ്രഹ്മത്തിൽ യാതൊരു കളങ്കവുമില്ല. ഒരു ദോഷവും ആർക്കും ആരോപിക്കാൻ കഴിയുകയില്ല. അത് ആനന്ദഘനമായ നശിക്കാത്ത സത്യമാണ്. ആ സത്യമാണ് താൻ എന്ന് ഉറപ്പുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് സന്തോഷ സന്താപങ്ങൾ? അവർ പ്രകൃതിയെ ജയിച്ചിരിക്കുന്നു എന്നാണ് കൃഷ്ണൻ ഗീതയിൽ പറയുന്നത്. ഇഹൈവ തൈർജിതഃ സർഗഃ യേഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാഃ.
അവർ ഇവിടെ വെച്ച് ഈ ശരീരത്തോടു കൂടി കഴിയവേ തന്നെ പ്രകൃതിയെ ജയിച്ചിരിക്കുന്നു. പ്രകൃതി എന്ന് പറഞ്ഞാൽ അവിടെ മായ എന്നാണ് അർത്ഥം. മായയെ അവർ തരണം ചെയ്തിരിക്കുന്നു. ഈശ്വരശക്തിയായ മായയെ അവർ അതിക്രമിച്ചിരിക്കുന്നു. എങ്ങനെയാണ് അവർ അതിക്രമിക്കുന്നത്? മനസ്സിന്റെ സമസ്ഥിതി നേടുന്നതിലൂടെ. യേഷാം സാമ്യേ സ്ഥിതം മനഃ. മനസ്സ് സമസ്ഥിതിയിലായാൽ എങ്ങനെയാണ് മായയെ ജയിക്കാൻ പറ്റുക? മനസ്സിന്റെ സമസ്ഥിതിയുടെ പേരാണ് ബ്രഹ്മം. മനസ്സ് ചലനങ്ങളെ ഉപേക്ഷിച്ച് അചഞ്ചലമായി നിന്നാൽ അതിൻ്റെ പേര് മനസ്സല്ല, അതിൻ്റെ പേരാണ് ബ്രഹ്മം. ആ ബ്രഹ്മത്തിൽ നിഷ്ഠ നേടിയവർ അവർ പ്രകൃതിയെ തരണം ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ലേശം പോലും സംശയമില്ല. നിർദോഷം ഹി സമം ബ്രഹ്മ. യാതൊരു ദോഷവും ആരോപിക്കാൻ പറ്റാത്തതും സമസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നതുമായ ഒന്നാണ് ഈ ബ്രഹ്മം. അപ്പോൾ മനസ്സിൻ്റെ സമസ്ഥിതി എന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മസ്ഥിതി തന്നെയാണ്. അങ്ങനെയുള്ളവരാണ് ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്നതായി പരിഗണിക്കപ്പെടുക. അപ്പോൾ ദുഃഖങ്ങളെല്ലാം ജ്ഞാനിയുടെ കാഴ്ചപ്പാടിൽ മഹാസുഖങ്ങളാണ്. വ്യവഹാരോപി സൻ മൗനം. അദ്ദേഹം വാചാലനായിത്തീരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം. അദ്ദേഹം വാചാലനായി സ്ഥിതി ചെയ്യുമ്പോഴും അദ്ദേഹം മൗനത്തിലാണ് യഥാർത്ഥത്തിൽ നിൽക്കുന്നത്. വാക്കുകൾ ആത്മാവിൽ നിന്നാണ് പൊന്തുന്നത്. ആ വാക്കുകൾ പൊന്തുന്നതിന് താൻ സാക്ഷിയായി അവയെയും കണ്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ താൻ സംസാരിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. താൻ മൗനത്തിലാണ്. ഇങ്ങനെ മൗനത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കാൻ പറ്റുമോ? അതാണ് ജ്ഞാനികൾ ചെയ്യുന്നത്. അവരുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാക്കുകളുടെ സാക്ഷികളാണവർ. ഉള്ളിലുള്ള ഈശ്വരൻ വാക്കുകളെ ഉള്ളിൽ നിന്ന് ഇളക്കി വിടുന്നു. അവ ശബ്ദരൂപത്തിൽ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ജ്ഞാനി ഇതിനെല്ലാം സാക്ഷിയാണ്. താൻ സാക്ഷിമാത്രനായ ആത്മതത്വമാണ് എന്ന് അയാൾക്ക് ഉറപ്പുണ്ട്. ശരീരചലനങ്ങൾ, മനസ്സിൻ്റെ ചലനങ്ങൾ, വാഗ് വ്യാപാരങ്ങൾ ഇതൊന്നും താൻ ചെയ്യുന്നതായി ജ്ഞാനി കരുതുന്നില്ല. വ്യവഹാരോപി സന്മൗനം കർമാണ്യേവ അത്യകർമ്മത. ശരീരം കൊണ്ട് ആലില പോലെ ഇളകി കർമ്മം ചെയ്യുമ്പോഴും അദ്ദേഹം നിശ്ചലതയിലാണ് എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. ഞാൻ ചലിക്കുന്നില്ല. എന്തുകൊണ്ട്? ചലിക്കാത്ത ആത്മാവാണ് ഞാൻ. എൻ്റെ ശരീരം പ്രകൃതി ഗുണങ്ങളാൽ, പ്രാരബ്ധ കർമ്മങ്ങളാൽ ചലിപ്പിക്കപ്പെടുന്നു. ഈ ശരീരചലനങ്ങൾക്കും എനിക്കും യാതൊരു ബന്ധവുമില്ല. ഇത് മനസ്സുകൊണ്ടുള്ള ഒരു അകൽച്ചയാണ്. ഈ അകൽച്ചയും അടുപ്പവും മനസ്തലത്തിലാണ്. നമ്മുടെ ബന്ധങ്ങൾ, സ്വന്തങ്ങൾ ഇതൊക്കെ കേവലം ചില ആശയങ്ങൾ മാത്രമാണ്. അല്ലാതെ എന്താണ്? മാതാപിതാക്കളോടുള്ള ബന്ധം, ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടുമുള്ള ബന്ധം, ഇവർ രണ്ടുപേർക്കും ജനിക്കുന്ന കുഞ്ഞുങ്ങളോട് അവർക്ക് തോന്നുന്ന ബന്ധം, ആ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളോട് തോന്നുന്ന ബന്ധം, സഹോദര സഹോദരീ ബന്ധം, സുഹൃത്ത് ബന്ധം, ഇതൊക്കെ മനസ്സിൽ വരുന്ന വെറും ആശയങ്ങൾ. ഇത് ഭാര്യയാണ്, ഭർത്താവാണ്, അച്ഛനാണ്, അമ്മയാണ്, സഹോദരനാണ്, സഹോദരിയാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. അല്ല, വിചാരത്തിൽ മാത്രമേ ഉള്ളൂ ഈ ബന്ധം. അത്രയേ ഉള്ളൂ. സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ കിടന്നുറങ്ങിയാലേ ഉറക്കത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ആരുമായിട്ടെങ്കിലും ബന്ധമുണ്ടോ? ഉറക്കത്തിൽ ഒരു ഭക്തൻ ഭക്തനല്ല. ഉറക്കത്തിൽ ഇന്നേ വരെ പൂജ ചെയ്ത ആരുമില്ല. ഷോഡശോപചാര പൂജയായാലും നവാംഗ പൂജയായാലും വേദപാരായണമായാലും ഉറക്കത്തിൽ പറ്റത്തില്ല. ആ ഉറക്കം പോലെയാണ് ആത്മസ്ഥിതി. അവിടെ യാതൊരു കർമ്മങ്ങളുമില്ല. ആ കർമ്മരഹിതമായ സ്ഥിതിയെ കർമ്മത്തിലൂടെ നേടാൻ ശ്രമിക്കുന്നതിൽ പരം വിഡ്ഢിത്തം വേറെ എന്താണുള്ളത്? ഇതൊന്നും പറഞ്ഞ ആൾക്കാരുടെ തലയിൽ കയറത്തില്ല. അവര് ഈ ജ്ഞാനത്തെ ചെയ്ത് നേടാൻ ശ്രമിക്കുന്നവരാണ്.
സാധനകളിലൂടെ നേടാൻ ശ്രമിക്കുന്നവരാണ്. ഞാൻ ആത്മീയ സാധനകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എടോ, ആത്മാവ് കർമ്മത്തിന് അതീതമായ സത്യമാണ്. അതിനെ കർമ്മത്തിലൂടെ നേടാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ ഈ എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് സത്കർമ്മങ്ങൾ ചെയ്യാം, അതുകൊണ്ട് നിങ്ങൾക്ക് ചിത്തശുദ്ധി തീർച്ചയായും ഉണ്ടാവും. ശുദ്ധമായ ചിത്തമാണ് തത്വവിചാരത്തിന് സമർത്ഥമായി തീരുന്നത്. ആ തത്വവിചാരത്തിലൂടെ നേടേണ്ടതാണ് ഈ ആത്മതത്വം. അതിനെ എന്തെങ്കിലും കൈയും കാലും ഇളക്കി മൂക്കിൽ അകത്തും പുറത്തുമായി സഞ്ചരിക്കുന്ന ശ്വാസത്തെ പിടിച്ചു വെച്ച് ഞാൻ ഈ പ്രാണായാമത്തെയൊക്കെ പരിഹസിക്കുകയാണെന്ന് ദയവായി വിചാരിക്കരുത്. ഈ പ്രാണായാമമൊക്കെ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിൻ്റെ സങ്കല്പങ്ങളെ കുറേയൊക്കെ നിരോധിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് ഒരാക്ഷേപവുമില്ല, ചെയ്തോളൂ. എങ്ങനെയെങ്കിലും ഈ മനസ്സിൻ്റെ ചലനം ഒന്ന് നിന്ന് കിട്ടണം, അത്രയേ ഉള്ളൂ. അങ്ങനെ നിൽക്കുന്നെങ്കിൽ നിൽക്കട്ടെ. ഓരോരുത്തരും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഈ ആത്മാവിനെ നേടാൻ, മനസ്സിൻ്റെ ചലനത്തെ നിർത്താൻ.